കോട്ടയത്തെ പുതിയ വോട്ടർമാർ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്? സ്ഥാനാർത്ഥികളും പ്രചാരണവും ഒക്കെ ഇവരെ സ്വാധീനിക്കുന്നുണ്ടോ? മൈ വോട്ട് മൈ വോയിസിൽ കോട്ടയത്തെ വിശേഷങ്ങൾ കാണാം. തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് കോട്ടയവും. കോട്ടയത്തെ യുവാക്കൾക്ക് എന്താണ് പറയാനുള്ളതെന്നറിയാൻ ബസേലിയസ് കോളേജ് ക്യാമ്പസിലാണ് നാം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. യൂത്തന്മാരുടെ പ്രതികരണങ്ങൾ കണ്ടുവരാം. നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ നോക്കിയാണ് സ്ഥാനാർത്ഥികൾക്ക് എന്ത് നോക്കിയാണ് വോട്ട് ചെയ്യുന്നത്? നല്ല രീതിയിൽ പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇപ്പോൾ ആരും ജയിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യുന്നില്ല. പരമ്പരാഗത പോസ്റ്റർ എഴുത്ത് ചുവരെഴുത്ത് പരിപാടികളൊക്കെയാണോ വേണ്ടത്, അതോ പുതിയ ഡിജിറ്റൽ രീതിയിലുള്ള പ്രചരണം മതിയെന്നാണ് നിങ്ങളുടെയൊക്കെ അഭിപ്രായം? അല്ല, രണ്ടും ഉണ്ടെങ്കിൽ നന്നായിരിക്കും തോന്നുന്നുണ്ട്. അതായത് ഇപ്പോഴത്തെ ഒരിതിൽ എല്ലാം ഡിജിറ്റലായിട്ടാണല്ലോ എല്ലാവരും എല്ലാം ചെയ്യുക. അപ്പോൾ അതും കൂടെ വന്നാൽ നന്നായിരിക്കും തോന്നിയിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ചൂടൊക്കെ ആയോ? എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? എങ്ങനെ എന്ത് നോക്കിയാണ്? ആളുടെ പൊളിറ്റിക്സ് ആണ്, ക്വാളിറ്റി ആ വ്യക്തികളെ നോക്കിയാണ് എങ്ങനെയാണ് വോട്ട് ചെയ്യുന്നത്? പൊളിറ്റിക്സ് നോക്കിയിട്ടാ, പൊളിറ്റിക്സ് നോക്കി പിന്നെ ക്യാരക്ടർ നോക്കിയിട്ട്. എങ്ങനെയാണ് ഞാൻ പൊളിറ്റിക്സ് നോക്കിയിട്ടാണ് വോട്ട് ചെയ്യണം. അതാണ് താല്പര്യം. പണ്ടോട്ട് അതേപോലെ ഇലക്ഷൻ പറയുമ്പോൾ തന്നെ പൊളിറ്റിക്സ് ആ ഒരു വൈബിൽ തന്നെ വോട്ട് ചെയ്യാനാണ് താല്പര്യം. പ്രചാരണമൊക്കെ എങ്ങനെ വേണമെന്നാ? പുതിയ രീതിയിലുള്ള പ്രചാരണം വേണോ, ഡിജിറ്റൽ പ്രചാരണം വേണോ, അതോ പഴയ പോലുള്ള പരമ്പരാഗത ചുവരെഴുത്ത് പരിപാടികളൊക്കെയാണോ വേണ്ടത്? പുതിയ തലമുറയിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഡിജിറ്റലായിരിക്കും നല്ലത്. പിന്നെ പഴയ വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടായിരിക്കും വീട്ടിലേക്ക് പോയി ചെയ്യേണ്ട ആവശ്യം വരും. പൊളിറ്റിക്സ് ഉണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല. എന്നാലും വോട്ട് ചെയ്യുവാണെങ്കിൽ സ്ഥാനാർത്ഥികളെ നോക്കി പിന്നെ അവരുടെ പ്രവർത്തനങ്ങളും ഈ പറയുന്ന വാക്ക് മാത്രമല്ലാതെ പ്രവർത്തനങ്ങളും കൂടെ നോക്കിയിട്ടൊക്കെ വോട്ട് ചെയ്യത്തുള്ളൂ. എങ്ങനെ ഇലക്ഷൻ വൈബിലേക്ക് എത്തിയോ? എല്ലായിടത്തും ഇലക്ഷൻ്റെ തിരക്കുകളൊക്കെ ആയിട്ട് പോകുന്നു. ഞങ്ങളവിടെയാണെങ്കിൽ പ്രചാരണ കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ബസേലിയസ് കോളേജിന് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള പവലിയനിൽ എത്തിയിരിക്കുകയാണ്. എന്തോ പരിപാടി നടക്കുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെയുള്ള തയ്യാറെടുപ്പിലാണ് കുറച്ച് കൂട്ടുകാരുള്ളത്. അവരോട് ചോദിക്കുക ഇലക്ഷൻ കാര്യങ്ങളൊക്കെ. ഇലക്ഷൻ എത്തി, അതിൻ്റെ ചൂടിലേക്കൊക്കെ നിങ്ങൾ എത്തിയോ? എത്തി. വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ട് ചെയ്യുന്നുണ്ട്. ഡിജിറ്റൽ ആയിട്ടുള്ള പ്രചാരണമാണോ വേണ്ടത്? അതുകൂടാതെ ഈ ചുവരെഴുത്ത് പരമ്പരാഗത രീതിയിലുള്ള പരിപാടികളോടാണോ നിങ്ങൾ യുവാക്കളൊക്കെ താല്പര്യപ്പെടുന്നത്? രണ്ടും വേണമല്ലോ, രണ്ടിനും അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. എല്ലാവരും ഒക്കെ എങ്ങനെ പൊതുവെ നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഈ തെരഞ്ഞെടുപ്പിനെയും പൊളിറ്റിക്സിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? എല്ലാവർക്കും വോട്ട് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഇലക്ഷൻ നമ്മളെ അവകാശമാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവരും ചെയ്യും വോട്ടൊക്കെ. വോട്ട് ചെയ്യണം. 9-ാം തീയതിയാണ്, ചെയ്യണം എന്നുണ്ട്, ചെയ്യും. നമുക്കറിയാവുന്ന ആളുകളായിരിക്കും കൂടുതൽ നിൽക്കുക. അപ്പം അവരുടെ പൊട്ടൻഷ്യൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാമായിരിക്കും. അത് പ്രത്യേകിച്ച് യൂത്തിന് നല്ല നല്ല ചിന്ത ഉണ്ടായിരിക്കും അതിനെപ്പറ്റി. സോ നമ്മൾ ആളുകൾ നോക്കി അവർക്ക് എന്ത് ചെയ്യാനാവും എന്ന് നോക്കിയിട്ട് വോട്ട് ചെയ്യണം. എവിടെ കൊല്ലം. വോട്ട് ചെയ്യുന്നുണ്ടോ? വോട്ട് ചെയ്യുന്നുണ്ട്. കൊല്ലത്തൊക്കെ വളരെ രാഷ്ട്രീയ അതിപ്രസരമുള്ള സ്ഥലമാണോ? ചെറുതായിട്ട്, വലിയ അത്രയില്ല. എല്ലായിടത്തും ഉള്ളതൊക്കെ തന്നെ അവിടെയുണ്ട്. ഈ തിരക്കിനിടെ വോട്ട് ചെയ്യാൻ മറന്നു പോവോ? ഇല്ലില്ല, വോട്ട് ചെയ്യും. എന്തായാലും യുവാക്കളൊക്കെയും കൃത്യമായ രാഷ്ട്രീയവും കാഴ്ചപ്പാടും വെച്ചുകൊണ്ടാണ് അവരുടെ പ്രതികരണങ്ങൾ പങ്കുവെക്കുന്നത്. സ്ഥാനാർത്ഥികളെ നൂലുരക്കേറി പരിശോധിച്ച് തന്നെയാകും തങ്ങൾ വോട്ട് ചെയ്യുക. പരമ്പരാഗത പ്രചാരണവും അതോടൊപ്പം ഡിജിറ്റൽ പ്രചാരണവും വേണമെന്ന ആവശ്യമാണ് പൊതുവെ വിദ്യാർത്ഥികൾ ഓരോരുത്തരും പങ്കുവെക്കുന്നത്. കോട്ടയത്തു നിന്നും അനന്തു സുരേഷിനോടൊപ്പം ജോസി ബാബു, മീഡിയ.